ഹായ്, സുമീസ് ഫുഡ് ആൻഡ് ബേക്സിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ മാങ്ങ ഇഞ്ചി അച്ചാറിടാൻ പോവുക. ഇത് നല്ല ഇഞ്ചി വർഗ്ഗത്തിൽപ്പെട്ടതാണ്. നല്ല ടേസ്റ്റാണ്. ഇഞ്ചി അച്ചാറിടുന്നതിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണിത്. കണ്ടാൽ പെട്ടെന്ന് തോന്നുക മഞ്ഞൾ പോലെയില്ലേ, പക്ഷേ ഇത് അച്ചാറിടാൻ പറ്റിയ സാധനമാണ്. പറമ്പിൽ ഒരു സ്ഥലത്ത് നട്ട് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ടാവും. എനിക്കിതിപ്പം വേറൊരു സ്ഥലത്ത് നിന്ന് തന്നതാണ്. അപ്പോൾ ഇത് അച്ചാറിടാൻ നമ്മളെങ്ങനെയാണ് അച്ചാറിടേണ്ടതെന്ന് കാണിച്ചു തരാം. ഞാൻ ഇത് കഴുകി വൃത്തിയാക്കി കുറച്ച് കിട്ടിയതാണ്. അത് കഴുകി വൃത്തിയാക്കി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ എല്ലാം തൊലി കളഞ്ഞ് നല്ല ചെറുതായി അരിഞ്ഞെടുക്കണം. അപ്പോൾ മാങ്ങ ഇഞ്ചി എല്ലാം നല്ല വൃത്തി തൊലി കളഞ്ഞ് കഴുകി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കത് ചെറുതായി കൊത്തി അരിഞ്ഞു തരാം. അപ്പോൾ നമ്മൾ തൊലി കളഞ്ഞ മാങ്ങ ഇഞ്ചി എല്ലാം നല്ല ചെറുതായിട്ട് നല്ല നൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാറിന് ആവശ്യമായ വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ റെഡിയാക്കിയിട്ട് വരാം. അച്ചാറിന് ആവശ്യമായ ഉലുവയും കടുകും വറുത്ത് പൊടിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ചൂടാക്കിയിട്ട് വറുത്ത് പൊടിക്കാം. നമുക്കിനി മാങ്ങ ഇഞ്ചി അച്ചാറാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ മാങ്ങ ഇഞ്ചി ഇട്ട് വെക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കണം. ആ വെള്ളപ്പറ്റും അതെല്ലാം ഒന്ന് മാറ്റിയിട്ട് നല്ല പോലെ ഒന്ന് വരട്ടിയെടുക്കാം. അപ്പോൾ ഞാൻ ഇത് വഴറ്റിയത് ഇപ്പുറത്തേക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടിട്ടുണ്ട്. അതിന് ശേഷം കുറച്ചുകൂടി നല്ലെണ്ണ ഇതിനകത്തോട്ട് ഒഴിച്ചിട്ട് കടുക് ഇട്ടിട്ടുണ്ട്. കടുക് പൊട്ടി കഴിയുമ്പം അത് വെളുത്തുള്ളി പച്ചമുളകും കറിവേപ്പിലയും കൂടി ഉണ്ട്. അപ്പോൾ ഇതും കൂടി ഇതിനകത്തോട്ട് ചേർക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇതിപ്പോൾ നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ അതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനി മുളക് പൊടി ഇടാം. ഒരു 3 സ്പൂണ് മുളക് പൊടി ഇട്ടു. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിന് ശേഷം നമ്മൾ അച്ചാർ പൊടി ഇടണം. ഇതിൽ കുറച്ച് അച്ചാർ പൊടി ഇടാം. എല്ലാം കൂടി യോജിപ്പിക്കാം. അച്ചാർ പൊടിയും മുളക് പൊടിയെല്ലാം ഏകദേശം ആയിട്ടുണ്ട്. അതിലെ കൂടെ നമുക്ക് കുറച്ച് വറുത്ത് പൊടിച്ച ഉലുവപ്പൊടിയും കടുകും കൂടി വറുത്ത് പൊടിച്ചത് അതിനകത്തോട്ട് ചേർത്തു. പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്തു. നമുക്ക് അത് ഒന്ന് ചൂടാക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് വിനാഗിരി ഒഴിക്കാം. കുറച്ച് ഉപ്പും ചേർക്കാം. പിന്നെ ഇതിനകത്തോട്ട് കുറച്ച് വെള്ളവും കൂടി ചേർക്കാം. അതൊന്ന് തിളച്ച് ചേർത്ത് വെള്ളവും വിനാഗിരിയും എല്ലാം കൂടി ഇതിനകത്തോട്ട് ചേർത്തിട്ടുണ്ട്.
ഒന്ന് തിളച്ച് വന്നിട്ട് നമുക്ക് ഈ വഴറ്റി വെച്ച മാങ്ങ ഇഞ്ചി അതിനകത്തോട്ട് ചേർക്കാം. ആ തിളച്ചതിനകത്തോട്ട് മാങ്ങ ഇഞ്ചി ചേർത്തു നന്നായി ഇളക്കി യോജിപ്പിക്കാം. തീ അതുപോലെ സിമ്മിലാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് ശരിക്കും ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നമ്മുടെ മാങ്ങ ഇഞ്ചി അച്ചാറിട റെഡിയായിട്ടുണ്ട്. നല്ല ആവശ്യത്തിന് വെള്ളവും വിനാഗിരിയും എല്ലാം ചേർത്തിട്ടുണ്ട്. കുറച്ച് ശർക്കര ഇട്ടിട്ടുണ്ട് ഞാനിതിൽ, പക്ഷെ അത് വീഡിയോ പിടിക്കാൻ വിട്ടുപോയതാണ്. ചെറിയ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് കട്ടുണ്ടാവുമല്ലോ, ചെറിയൊരു ഇഞ്ചിര മാതിരി. അപ്പോൾ അത് ഇതാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം ശർക്കര പൊടിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോ പിടിക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ നമ്മുടെ മാങ്ങ ഇഞ്ചി അച്ചാറിട റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.